Hi, hello friends, very welcome back to the channel. ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു ബിരിയാണിയാണ്. ആക്ച്വലി നമുക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ബിരിയാണി. നമ്മൾ എന്തൊക്കെ എന്താ ഒരു ബിരിയാണി വലിയ ഹൈപ്പ് കൊടുത്തൊരു ഫുഡാണ്. എന്താണ് ഇച്ചിരി റൈസും ഇച്ചിരി മസാലയും ഇച്ചിരി മീറ്റും വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ അതിനകത്ത് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബിരിയാണീസ് ഓഫ് വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് തലശ്ശേരി ബിരിയാണി ഉണ്ട്, അമ്പൂർ ബിരിയാണി ഉണ്ട്, ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്, പിന്നെ അതിൽ തന്നെ ചിക്കൻ ഉണ്ട്, മട്ടൻ്റെ അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ട്, ഫിഷ്, പ്രോൺസ്, നെയ്മീൻ അങ്ങനത്തെ ഓരോ സെക്ഷൻസ്. അങ്ങനെ ബിരിയാണിയുടെ ഒരു ലാർജ് വെറൈറ്റീസ് നമുക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു വളരെ ചെറിയൊരു ബിരിയാണി ചിക്കൻ 65 അപ്സൈഡ് ഡൗൺ ബിരിയാണി. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഒരുപാട് സംഭവം ദം ചെയ്യേണ്ട അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കിട്ടും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന് ബിരിയാണി ചെമ്പിൻ്റെ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്രഷർ കുക്കർ മാത്രം മതി നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ബിരിയാണി വീട്ടിൽ തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻസ് ഞങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുവഴി ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ബിരിയാണി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയുള്ള സകല ഇൻഗ്രീഡിയൻസും ചിക്കനും റൈസും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബിരിയാണി വെക്കുന്നതിന് മുന്നേ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കഴിഞ്ഞ് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റിക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വരുന്നത് ചിക്കൻ മസാലയാണ്. നമുക്ക് എത്ര ടേബിൾ സ്പൂൺ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ 65യുടെ മസാലയാണ്, കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഒരു 3 സ്പൂണോളം തൈരാണ് നമുക്ക് വേണ്ടത്. നല്ല കട്ടി തൈരാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഒരു 3 സ്പൂൺ നമുക്കൊരു കട്ടി തൈര് ചേർത്ത് കൊടുക്കുക, അധികം പുളി വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് മൈദ, നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കണം, നമ്മളെ കുരുമുളക് പൊടി. പിന്നെ നമുക്കൊന്ന് ഇച്ചിരി ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മൾ കറിവേപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ അതുകൊണ്ട് നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര്, ഇതിപ്പം നല്ല പുളിയുള്ള നാരങ്ങയാണ്, അത് ഇച്ചിരി അതിൻ്റെ ജ്യൂസ് കൂടുതലുള്ളതാണ്. അപ്പോൾ നമുക്ക് പകുതി മതിയോ. നമുക്ക് ജ്യൂസ് കുറവുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യമേ നമ്മളെ ഈ പൊടി എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അധികം ലൂസാകരുത്, കുറച്ച് തിക്കായിട്ടുള്ളൊരു മസാല പേസ്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോഴേ നമ്മുടെ ചിക്കൻ പീസസിലൊക്കെ നല്ല രീതിയിൽ പുരണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കോട്ടിങ്ങനെ ലൂസായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കത്തില്ല. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ തിക്ക് പേസ്റ്റായിട്ട് വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം വെള്ളം കുറച്ച് ഒഴിച്ച് നമ്മൾ പേസ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നതാണ് നമുക്ക് നല്ലത്. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ മസാല ലൂസായി പോവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് അരച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് പേസ്റ്റ് ചേർത്ത് എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനൊന്ന് പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകി വെച്ചേക്കുന്ന നമ്മൾ വിനാഗറിലും നമ്മൾ ഉപ്പ് വെള്ളത്തിലും കൂടി ഇട്ടാണ് നമ്മുടെ ചിക്കൻ കഴുകി വെച്ചേക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ബ്ലഡ് സ്റ്റെയിനൊക്കെ പോയി നല്ല ഫ്രഷ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ. അപ്പോൾ നമുക്കത് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കനും മസാല നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതായത് മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ചിക്കൻ വെക്കണം. അതിനും പറ്റുന്നില്ലെങ്കിൽ 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് മസ്റ്റായിട്ട് വെക്കണം. എങ്കിലേ നമ്മുടെ മസാലയൊക്കെ ചിക്കന് നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ. അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമ്മളെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് നമ്മുടെ ബിരിയാണിക്കുള്ള റൈസൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കാം. അപ്പോൾ നമുക്കിതൊരു 1 മണിക്കൂർ നമുക്ക് മിനിമം മാരിനേറ്റ് നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. റൈസ് കഴുകുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കഴുകുക, ഒരു 3, 4, 5 വെള്ളത്തിൽ കഴുകണം. കാരണം നമ്മൾ റൈസ് കഴുകുമ്പോൾ ഒരു പാല് പോലത്തെ ഒരു സംഭവം ഉണ്ടാകത്തില്ലേ,
അത് വരാൻ പാടില്ല. അത് മാക്സിമം പോയിട്ട് വെള്ളം നല്ല ക്ലിയർ ആയിരിക്കണം. അത് നല്ല നമ്മൾ ചോറ് വെക്കുന്ന അരി ഏതായാലും നല്ല രീതിയിൽ ക്ലിയർ വാട്ടറിൽ കഴുകിയെടുക്കുന്നെങ്കിൽ നമ്മുടെ അരി ഇങ്ങനെ ഒട്ടാതെ ഇങ്ങനെ കുഴയാതെ കിട്ടത്തുള്ളൂ, ഒറ്റയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കഴുകുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ 3, 4, 5 വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമില്ല. നമുക്ക് എപ്പോഴാണോ ക്ലിയർ വാട്ടർ കിട്ടുന്നത് അതുവരയ്ക്കും നമ്മുടെ അരി നല്ലതുപോലെ കഴുകണം. കഴുകി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത്, ഇത് നമ്മൾ ബേ ലീഫ്, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ നമ്മുടെ തക്കോലം, ഏലക്ക, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ആണ്. പിന്നെ നമ്മൾ പെരിഞ്ചീരകം കൊണ്ട് നമുക്ക് അത് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നത് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക്, ഒരു 3, 4 പച്ചമുളക് നമുക്ക് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പുതിനയിലയാണ്. പുതിനയില കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയില. മല്ലിയിലയുടെ കൂടെ നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കെടുക്കാം. പിന്നെ വേണ്ടത് നമുക്കൊരു 2-3 സ്പൂണോളം നമ്മുടെ നെയ്യ്. ഇതിപ്പോൾ ഞാനിവിടെ, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് നമുക്ക് കണക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കും. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുക. അപ്പം ചില അരിക്ക് വെള്ളം കുറച്ച് ചേർക്കുന്നുണ്ട്, ചില കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബസ്മതി അരിക്കാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് നമ്മളോട് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് 4 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ നെയ്യും നമ്മൾ ചേർത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് ആ വെള്ളത്തിലൊന്ന് മിക്സായിട്ട് നമ്മൾ അരിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഇളക്കി വെച്ചേക്കുന്ന സാധനത്തെ നമ്മുടെ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, മൊത്തത്തിൽ ആ വെള്ളം, ആ റൈസ് എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് കുക്കറിലൊഴിച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വിസിൽ കേട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് ആ കുക്കറിൽ ഇരുന്ന് തന്നെ നമുക്ക് ഫുള്ള് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. ഒരു വിസിൽ കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ, അതായത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ക്രിസ്പി ആയിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം. അധികം നമ്മളിങ്ങനെ കരിഞ്ഞു പോകുന്നത് അത് വേണ്ട, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അധികം എന്താ പറയുക, കരിഞ്ഞു പോകരുത്. നമ്മളൊരു ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ചിക്കൻ വറുത്ത് കോരിയെടുക്കാം. അതൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ പൊരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള ചെറിയൊരു മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് വേണം. തൈരിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ബിരിയാണി മസാല. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി പൗഡർ. ചില്ലി പൗഡർ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് കഴിഞ്ഞ് കുറച്ച് കൊറിയാണ്ടർ, അത് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന മസാല എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ചോറിന് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ലേശം കയറ്റിയാണ് നമ്മൾ ഉപ്പിട്ടിട്ടേക്കുന്നത്. ഇതിൽ നമ്മൾ ഉപ്പിടണ്ട. അഥവാ നമ്മൾ ചോറിലിട്ടിരിക്കുന്ന ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ലേശം, ഞാൻ ഇട്ടതിൽ അതിൽ ഉപ്പ് ഇച്ചിരി കുറവായിട്ട്, അപ്പോൾ നമുക്ക് ഈ മസാലയിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയും കൂടെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ ചോറിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ മസാലയിൽ ഉപ്പ് ലേശം കൂട്ടിയിട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചോറ് ഇപ്പോഴും ചൂടാണ്, അതായത് കുക്കറിൽ നിന്ന് ഇറക്കി നമ്മൾ വെച്ചിട്ടുണ്ട്, നല്ല ചൂടാണ്. നമുക്ക് ഈ ചൂട് ചോറിലേക്ക് തന്നെയാണ് നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്ക് നമ്മുടെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അടച്ചു വയ്ക്കുക. കാരണം ആ ചോറിൽ ഉള്ള ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ഈ മസാല ചോറുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആയിക്കോളും. കണ്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോണ്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇളകി കൊടുത്ത് അതിൽ ചോറ് പൊടിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. അപ്പം ജസ്റ്റ് നല്ല സ്പൂണായിട്ട് വളരെ മൈൽഡായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ താഴെ വെച്ചിട്ട്, ചിക്കൻ ഫ്രൈ താഴെ ഒരു ബൗളിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ റൈസ് മുകളിലിട്ടൊന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമ്മുടെ ചിക്കൻ 65 അപ്സൈഡ് ഡൗൺ ബിരിയാണി വരത്തുള്ളൂ. കണ്ടോ. അപ്പോൾ നമ്മുടെ റൈസ് മുകളിലിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ ചിക്കൻ ഫ്രൈ മുകളിലിരിക്കും, നമ്മുടെ റൈസ് താഴെ വന്നിട്ടുണ്ടാവും. കണ്ടോ. ജസ്റ്റ് ഒരു ഫ്ലിപ്പ്, ഒന്ന് പ്രസ് ചെയ്യുക, ഒരു ഫ്ലിപ്പ് ചെയ്യുക, ഒരു പ്രസ് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്തു ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചിക്കൻ 65 ബിരിയാണി അപ്സൈഡ് ഡൗൺ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ചെറിയ സൈഡ് ഡിഷ് വയ്ക്കാം. നമുക്ക് കോക്കനട്ട് ചട്നി വെക്കാം, ഒരു സാലഡ് വയ്ക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റർഡ് പായസം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പായസം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിന് മുൻപ് ചെയ്തൊരു സിമ്പിൾ ചിക്കൻ നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഈ റൈസിൻ്റെ കൂടെ ജസ്റ്റ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ചിക്കൻ വളരെ ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ചിക്കൻ്റെ ഇതാണ് നമ്മുടെ സിമ്പിൾ ചിക്കൻ. പിന്നെ വരുന്നത് നമ്മുടെ ചട്നി ഉണ്ട്, നമ്മുടെ സാലഡ് ഉണ്ട്, നമ്മുടെ കസ്റ്റർഡ് പായസം ഉണ്ട്, ഫ്രൈഡ് റൈസ്, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് അപ്സൈഡ് ഡൗൺ ബിരിയാണി ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ സാലഡ് ഉണ്ട്, നമ്മളെ ചട്നി എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ചട്നി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ചിക്കൻ കറി. അതൊരു നമ്മുടെ ഈ ബിരിയാണി ഡ്രൈ ആയതുകൊണ്ട് ചെറിയൊരു സൈഡ് ഡിഷിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറിയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു നമ്മൾ എന്താ പറയുക ഒന്ന് ഒരു വെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ കറി എടുക്കാം. എൻ്റെ മൈക്കിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, വോയിസ് ഓവറിന്. അതാണ് ഞാൻ ഇങ്ങനെ നമുക്ക് വോയിസ് കറക്റ്റ് ആവാത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ സാലഡ്, ചട്നി, നമ്മുടെ ചിക്കൻ കറി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. നമ്മുടെ റൈസ് നല്ല സോഫ്റ്റാണ്, കാരണം കുക്കറിൽ വെന്തത് കൊണ്ട് നല്ല രീതിയിൽ ദം ചെയ്യേണ്ട ആവശ്യം. ഓൾറെഡി പ്രഷർ കുക്കർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ദമ്മാണ്. അപ്പം അത് നല്ല റൈസ് നല്ല സോഫ്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ, പിന്നെ നമ്മുടെ കോക്കനട്ട് ചട്നി, പിന്നെ സാലഡ്, പിന്നെ നമ്മുടെ ചിക്കൻ കറി, ഇത് മൂന്നും വരുമ്പോഴത്തേനും, ഇത് മൂന്ന് സൈഡും കൂടെ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമ്മുടെ കസ്റ്റർഡ് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ കസ്റ്റർഡ് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റർഡ് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളി. സേമിയയ്ക്ക് ഇത്രയും നമ്മൾ സേമിയ പായസത്തിനെ കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയൊരു ടേസ്റ്റാണ് കസ്റ്റർഡ് പായസം. ഞാൻ ട്രൈ ചെയ്തപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഷുവറായിട്ടും കസ്റ്റർഡ് പായസം ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ വീട്ടിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് ചെയ്യാതെ പോയല്ലോ എന്നൊരു സങ്കടം തോന്നും. വളരെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സേമിയയുടെ കസ്റ്റർഡ് പായസമാണ്. ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.